നമസ്കാരം. പലർക്കും ചിലപ്പോൾ സംശയം കാണും. ഒരുപാട് അപകട മരണങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. ഇതിൽ മിക്കതും ഈ അശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്ന മരണങ്ങളാണ്. ഇപ്പോൾ വല്ലാത്ത ലെവലിലുള്ള ഡ്രൈവിങ്, അല്ലെ മദ്യപിച്ചുകൊണ്ടുള്ള ഡ്രൈവിങ്. അപ്പൊ പലരും പറയും ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ പോകരുത്. ഈ ചില പിള്ളേർ സെറ്റുകളൊക്കെ ഈ വണ്ടിയൊക്കെ ഫ്രണ്ട് പൊക്കി ബാക്ക് പൊക്കി ഓവർ സ്പീഡും ഷോ കാണിച്ചും ഒക്കെ പല രീതിയിലും അപകടത്തിൽപ്പെട്ട് ദുർമരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോ നല്ലൊരു ചോദ്യം എനിക്ക് വന്നത്, ഈ ദുർമരണങ്ങൾ ശരിക്കും വിധിയാണോ അതോ കർമ്മഫലമാണോ? അപ്പൊ നേരത്തെ പ്ലാൻ ചെയ്തതാണോ അതോ യാദൃശികമായി വന്നതാണോ അതോ ജാതകത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടോ? ഇതൊക്കെ സംശയങ്ങൾ പലർക്കും ഉണ്ടാകാം. അപ്പോ ഇത് ശരിയാകും? അപ്പൊ ഈ വിധിയാണെങ്കിൽ വിധി എങ്ങനെ പറയാൻ പറ്റും? കാരണം അലസത കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. കാരണം തലേ ദിവസവും ചിലവൻ പറയും, അന്നും ചിലപ്പോൾ ഇവരുടെ അടുത്ത് പറയും നിങ്ങൾ ഇങ്ങനെ പോകരുത്, അപകടം വരും, അപകടം പറ്റും എന്നൊക്കെ അന്നും ചിലപ്പോൾ ഈ കൂട്ടരടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നിട്ടും പറഞ്ഞാൽ കേൾക്കാതെ മനഃപൂർവ്വം വരുത്തി വെച്ച മരണമല്ലേ? ഇത് നല്ലൊരു ചോദ്യമാണ്. ഇതിന്റെ ചില വിശദീകരണങ്ങളാണ് ഇപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത്. വിധി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതാണ് നമ്മുടെ ഈ ജാതകം എന്ന രീതിയിൽ വരുന്നത്. പക്ഷേ എന്റെ മുൻ മെസ്സേജുകളെല്ലാം കേട്ട് നോക്കിയ ഒരു വ്യക്തിക്ക് ഇതിന്റെ ഞാൻ ഈ പറയുന്ന ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നിരിക്കാം. പക്ഷെ അത് പാടാണ്. കാരണം എല്ലാ മെസ്സേജുകളും കേട്ട് തിരിച്ചും മറിച്ചും ഉൾക്കൊണ്ട് പ്ലാൻ ചെയ്ത് ധ്യാനിച്ച് മനസ്സിലാക്കി, ധ്യാനം ഞാൻ ഉദ്ദേശിക്കുന്നത് അവലോകനം ചെയ്യുക, ഇരുന്ന് ചിന്തിച്ച് അതിനെ തിരിച്ചും മറിച്ച് അവലോകനം ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ ഇത് അശ്രദ്ധ കൊണ്ട് വരുന്ന മരണമല്ലേ, അതോ ജന്മനാൽ അത് പറഞ്ഞു വെച്ചിട്ടുണ്ടോ, വിധിയാണോ എന്ന വിധി എങ്ങനെ പറയാൻ പറ്റും? ഇതൊക്കെ സംശയങ്ങളുണ്ട്, വരാം, സ്വാഭാവികം. അപ്പൊ ഇതിന്റെ പിന്നിലെ മറ്റ് ശക്തികൾ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ ചില ആത്മീയ മർമ്മങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. വിധി എന്ന് പറയുന്ന സാധനം ജാതകത്തിന് രൂപേണ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ജാതകം പലപ്പോഴും തെറ്റിപ്പോകും. കാരണം ജനിച്ച സമയവും എഴുതുന്ന വ്യക്തിയുടെ പ്ലാനിങ്ങും അയാളുടെ അറിവില്ലായ്മ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ജാതകത്തിന്റെ ആ കൃത്യത വരുന്നത്. ഈ ജാതകം എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എവിടെ നിർത്തി നമ്മൾ ജീവിച്ചു, സ്വതന്ത്രമായി ജീവിച്ചു, പല അനുഭവങ്ങൾ അനുഭവിച്ചു, അതിലൂടെ പലതും പഠിച്ചു, പലതും പഠിച്ചിട്ടില്ല, പല കർമ്മങ്ങൾ തെറ്റി, പലതും ശരിയായിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലമായി അടുത്ത ജന്മത്തിൽ എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിക്കണം, ഇത്രയാണ് ജാതകം. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നിർത്തിയതിന്റെ അടുത്ത തുടർ കഥയാണ് അടുത്ത ജന്മത്തിലെ ജാതകം. അപ്പൊ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ജന്മത്തിന്റെ മരിക്കുന്നത് വരെയുള്ള പ്ലാനിങ് വെച്ചിട്ട് അടുത്ത ജന്മത്തിൽ എന്തൊക്കെ പഠിക്കണം, കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിന്റെ ഫലമായി എങ്ങനെയൊക്കെ അനുഭവിക്കണം, നല്ലതിന് നല്ലത് ഏതൊക്കെ മേഖലയിൽ അഭിനയിക്കണം, എത്ര വയസ്സ് വരെ അനുഭവിക്കണം, എത്ര വയസ്സ് വരെ കഷ്ടം അനുഭവിക്കണം. കാരണം ബാലൻസ് ചെയ്യണമല്ലോ, കർമ്മം ബാലൻസ് ചെയ്യണം. അപ്പൊ എത്ര വയസ്സ് വരെയാണ് കഷ്ടം അനുഭവിക്കേണ്ടത്, ഇതിനിടയിൽ എത്ര നാൾ അനുഭവിച്ച് തീരുമ്പോൾ ഈ ജന്മം തീരും, അതാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയെല്ലാം കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി വെച്ചാണ് ഈ അദൃശ്യ ശക്തികൾ പ്ലാൻ ചെയ്തിട്ട് അടുത്തൊരു ജന്മത്തിൽ ഈ ആത്മാവ് വന്ന് ജനിക്കുന്നത്. അപ്പൊ ഈ ആത്മാവ് ജനിക്കുമ്പോഴേ ആത്മാവിന് ലക്ഷ്യമുണ്ട്, അടുത്ത ജന്മത്തിൽ ഇത്രയും പഠിച്ച് എനിക്ക് പാസ്സാകണം, ഇത്രയും കർമ്മം ഞാൻ അനുഭവിക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ ആത്മാവിനറിയാം. അപ്പൊ ഇതൊക്കെ പ്ലാൻ ചെയ്താണ് ആത്മാവ് ജനിക്കുന്നത്. ഈ ആത്മാവ് ജനിക്കുമ്പോൾ അതിനുവേണ്ടി താൽക്കാലികമായി വരുന്ന ഒരു ശരീരവും മനസ്സും ഒക്കെയാണ് നമ്മൾ എന്ന് പറയുന്ന ഈ ഭൗതിക ഈ ശരീരവും മനസ്സും. ഇത് നശിച്ചു പോകും. അപ്പൊ ആത്മാവ് അങ്ങനെ ജനിക്കുമ്പോൾ ഈ കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി എന്നോണം അടുത്ത ജന്മത്തിൽ എന്തൊക്കെയാണ് എന്നുള്ളത് പ്ലാൻഡ് ആണ്. പക്ഷെ അതിന്റെ അടുത്ത ജന്മത്തിൽ അത് പ്ലാൻഡ് അല്ല. കാരണം ഇനി അടുത്ത ജന്മത്തിൽ ഈ കിട്ടിയ ജന്മത്തിൽ ഈ കഴിഞ്ഞ ജന്മത്തിന്റെ കർമ്മഫലങ്ങൾ എത്ര അനുഭവിക്കുന്നു, അതിൽ നിന്ന് എന്തെങ്കിലും അവൻ ഒഴിവാകുന്നുണ്ടോ, ദൈവത്തോട് അടുക്കുമ്പോൾ ഈ കർമ്മഫലം ഒഴിവായി കിട്ടും. എന്റെ മുൻ മെസ്സേജിൽ കേട്ടാൽ അതൊക്കെ മനസ്സിലാവും. സൃഷ്ടാവൻ ദൈവത്തോട് അടുത്താൽ നമ്മുടെ ഈ കർമ്മ ഫലങ്ങൾ ഇതൊക്കെ ഇളവ് ചെയ്ത് കിട്ടും. അതിനുള്ള വഴികളും കാര്യങ്ങളും ഭൂമിയിൽ ദൈവം തന്നെ വെച്ചിട്ടുണ്ട്, പ്രായച്ചിത്തങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ പല കാര്യത്തിലൂടെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അപ്പം ഇതിൽ നിന്ന് ഇവൻ രക്ഷപ്പെടുന്നുണ്ടോ അതോ അതിന്റെ ബാക്കിയെന്നോണം അവൻ ഈ ജന്മത്തിലും അലസമായി ഇതിലൊന്നിലും ആത്മീയമായി ഒരു ഉയർച്ചയില്ലാതെ തന്നെയാണോ ജീവിക്കുന്നത്? ഇതൊക്കെ വെച്ചിട്ടാണ് ഇനി അടുത്ത ജന്മം വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ആ അടുത്ത ജന്മം എങ്ങനെയായിരിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് അടുത്ത് വരുന്നത്. അപ്പൊ ഈ ജന്മത്തിൽ തന്നെ അവൻ പെട്ടെന്ന് ഒരു വ്യത്യാസം അവന്റെ ആത്മീയ ഭാഗത്തൊക്കെ ഉണ്ടായി അവൻ ദൈവമായിട്ടൊക്കെ അടുക്കുകയും ആ സൃഷ്ടാവായ ദൈവത്തോടൊക്കെ ബന്ധം വരികയും അവന്റെ ആഗ്രഹങ്ങളെല്ലാം ഈ ജന്മത്തിനെ തീരുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ജന്മം ഇല്ലല്ലോ. അപ്പൊ ഈ ജന്മം എങ്ങനെയാണെന്ന് നോക്കിയും കണ്ടാണ് അടുത്ത ജന്മം പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി അവനെ സഹായിക്കാൻ പോസിറ്റീവ് ശക്തികളുണ്ട്, ഈ ജന്മത്തിൽ ഇവനെ തെറ്റിക്കാൻ നെഗറ്റീവ് ശക്തികളുണ്ട്. ഇത് രണ്ടും അടുത്ത ജന്മത്തിൽ അവൻ ജനിക്കുമ്പോൾ തന്നെ കൂടെയും കൂടും. ബാക്കിയൊക്കെ സ്വതന്ത്രനായി നിൽക്കുന്ന യവന്റെ അറിവനുസരിച്ച് ഇവൻ എങ്ങനെ പോകുന്നു അത് അവന്റെ ഇഷ്ടമാണ്. അത് അവിടെ പ്ലാനില്ല, പക്ഷെ വിധിയുണ്ട്.
ആ വിധി ഉണ്ട്. ഈ വിധി ഇനി യവൻ അതേപോലെ നടക്കണമോ, അല്ലോ ആ വിധിയിൽ ഇനി കൂടുതൽ തെറ്റുകൾ കാണിച്ച് അടുത്ത ജന്മത്തിൽ കടുത്ത വിധികൾ വേണമോ, അതോ ഈ ജന്മത്തിൽ തന്നെ അവൻ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് നേരായ മാർഗത്തിൽ ജീവിച്ച് ഈ വിധിയെ അവന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇതെല്ലാം ഈ ജന്മത്തിൽ അവന്റെ ഓപ്ഷനാണ്. അവൻ മനുഷ്യൻ സ്വതന്ത്രനാണ്. അറിവുകൾ സമ്പാദിച്ച് മുന്നോട്ട് പോകാം. അപ്പൊ അതിനുള്ള അറിവുകളും കാര്യങ്ങളെല്ലാം ഈ പോസിറ്റീവ് ശക്തികൾ ഏതെങ്കിലും വ്യക്തികളിലൂടെ, ചിലപ്പോൾ ബന്ധുക്കളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഗുരുക്കന്മാരിലൂടെ ആയിരിക്കാം, മാതാപിതാക്കളിലൂടെ ആയിരിക്കാം, ഇല്ലെങ്കിൽ മറ്റു പല സുഹൃത്തു ഏതെങ്കിലും വഴിയിലൂടെ ഈ ജന്മത്തിൽ ശരിയും തെറ്റും യവന് ദൈവം മറ്റ് പോസിറ്റീവ് ശക്തികളിലൂടെ അറിവ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് യവൻ എത്ര എടുക്കുന്നു, എത്ര തള്ളിക്കളയുന്നു, അതനുസരിച്ചാണ് അവന്റെ ഈ ജന്മത്തിലെ വിധി മുന്നോട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കിക്കൊള്ളാം. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ മുൻ മെസ്സേജുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ട് മനസ്സിലാക്കിയാൽ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇനി അതൊക്കെ മനസ്സിലായിട്ട് പോലും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് വളർന്നു വരുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്റെ മെസ്സേജ് കേൾക്കുമ്പോൾ ബാക്കി ഇങ്ങോട്ട് പിടികിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ വിധിയുടെ പോക്ക്. അപ്പം സ്വതന്ത്രനായി നിൽക്കുന്ന ഈ വ്യക്തിക്ക് അവന്റെ മരണം വരെ ഇങ്ങനെയായിരിക്കും, കഴിഞ്ഞ ജന്മത്തിന്റെ പ്ലാൻ വെച്ച് ഇങ്ങനെയായിരിക്കും എന്നൊരു റഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അവനിലുണ്ട്. അതാണ് ജാതകം, ഇല്ലെങ്കിൽ അതാണ് വിധി. അപ്പൊ ഈ ജന്മത്തിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അവൻ കഴിഞ്ഞ ജന്മത്തിന്റെ സ്വഭാവം ഒന്നും ആണോ അടുത്ത ജന്മത്തിലും ഈ വാഹനങ്ങൾ കൈ കിട്ടുമ്പോൾ ഷോയും ബഹളവും കാണിക്കുന്നത് ഷോ കാണിക്കണം, അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ആർഭാട ലെവലിൽ ആഡംബരമായ രീതിയിൽ അല്പസുഖത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന അടിസ്ഥാന മനസ്സുള്ള വ്യക്തിയായിരിക്കും കഴിഞ്ഞ ജന്മത്തിലും. അപ്പൊ ഈ ജന്മത്തിലും ചെറുപ്രായത്തിലെ ഈ ഷോ കാണിക്കണം, ഇങ്ങനെ നെഗളിക്കണം, ഇങ്ങനെയൊക്കെയുള്ള വികാരം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ജന്മത്തിൽ എന്ത് പറ്റും? സുഹൃത്തുക്കളിലൂടെയും മാതാപിതാക്കളിലൂടെയും മറ്റു വ്യക്തികളിലൂടെയും അറിവ് ശരിയും തെറ്റും ഇവന്റെ ചെവിയിൽ കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോ ഇവൻ ഇത് തിരിച്ചറിഞ്ഞ് ഇവൻ അതിനെ കൺട്രോൾ ചെയ്താൽ അവൻ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ദുർമരണമോ എന്തുവേണോ സംഭവിക്കാം. ഇപ്പൊ ചിലർക്ക് ജനിക്കുമ്പോൾ തന്നെ ജാതകത്തില് ഇത്ര വയസ്സ് വരെ നല്ല സമയം, ഇത്ര വയസ്സ് വരെ മോശ സമയം, ഇത്ര വയസ്സിൽ വിവാഹം, ഇത്ര വയസ്സിൽ ജോലി, ഇത്ര വയസ്സ് വരെ ആയുസ് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കിയെന്നോണം ഈ ജന്മത്തിലെ പ്ലാനാണ്, ശരിക്കും അവന്റെ വിധിയാണ്. അപ്പൊ ഈ ജന്മത്തിൽ ഇവനൊരു പരുവ ആയപ്പോഴേക്കും അവന്റെ മാതാപിതാക്കളും സ്വതന്ത്രരാണ്. അവരും ഇതേപോലെ കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കിയെന്നോണം ജനിച്ചതാണ്. അപ്പൊ ഈ മാതാപിതാക്കൾ കൂടുതൽ നന്നാകാതെ, അല്ലെങ്കിൽ ചെറുപ്രായത്തിലെ കൂടുതൽ ദൈവോട്ട് അടുക്കാതെ മാതാപിതാക്കൾ വഴിതെറ്റി പിന്നെയും കൂടുതൽ വഴിതെറ്റി പോയാലും മക്കളുടെ വിധിയിൽ വ്യത്യാസം വരും. അപ്പോ ഈ മാതാപിതാക്കൾ വഴിയുള്ള നെഗറ്റീവ് മക്കളിൽ കൂടുതൽ കയറാൻ തുടങ്ങും. അപ്പൊ മക്കളിൽ കൂടുതൽ നെഗറ്റീവ് ആകുമ്പോൾ ഈ മക്കൾക്ക് ഈ ഒരു പ്രായപൂർത്തിയാകുന്നത് വരെ, ഏതാണ്ട് ഒരു ലെവൽ ആകുന്നത് വരെ, അവന് തിരിച്ചറിവ് വരുന്ന ഒരു സമയമാകുന്നവരെ, ചിലപ്പോൾ 15 വയസ്സായിരിക്കാം, ചിലപ്പോൾ 14 വയസ്സായിരിക്കാം, അവനൊരു തിരിച്ചറിവ് വരും. അതെപ്പോഴും പറയാൻ പറ്റില്ല, ഓരോ കുട്ടികൾക്കും ഓരോ റേഞ്ചാണ്. അതുവരെ ദൈവികമായ ഒരു പ്രൊട്ടക്ഷൻ മറ്റ് ശക്തികളിൽ നിന്നും ഈ കുട്ടിക്ക് കാണും. കാരണം മാതാപിതാക്കൾ വഴിതെറ്റി ഒരുപാട് നെഗറ്റീവ് അടിഞ്ഞു കൂടുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കളുടെ വഴി വരുന്നതാണ്. പക്ഷെ ഈ അകത്തിരിക്കുന്ന ആത്മാവ് ദൈവത്തോടെ നിലവിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ വ്യക്തിക്ക് അതറിയാൻ പറ്റൂല, അല്ലെങ്കിൽ ഈ ബാലന് അല്ലെങ്കിൽ കുട്ടിക്ക് അതറിയാൻ പറ്റൂല. പക്ഷെ ആത്മാവ് സദാ ദൈവത്തോട് പറയും, ഇത് അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു, നെഗറ്റീവ് അടിഞ്ഞുകൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മാവ് സദാ പറയും. മറ്റു ഡയമെൻഷനിലെ കാര്യങ്ങളാണ്, ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവികമായി അറിവ് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പൊ ഈ മറ്റു ഡയമെൻഷനിൽ ഈ ശക്തികൾ ഇവനെ സഹായിക്കാൻ ശ്രമിക്കും, വഴി തെറ്റിക്കാനും ശ്രമിക്കും. അപ്പൊ പക്ഷേ ഈ കുട്ടിക്കൊരു ബോധം വരുന്നത് പ്രായപൂർത്തി പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ നിയമപ്രകാരം 18 വയസ്സ്, അതല്ല ഞാൻ പറയുന്നത്. അവന്റെ മാനസിക പക്വത ഒരു ലെവൽ ആകുന്നത് വരെ അവനെ പ്രൊട്ടക്ട് ചെയ്യും. ചില സന്ദർഭങ്ങളിൽ പ്രൊട്ടക്ഷൻ ചെറുതിലേ കിട്ടില്ല. കാരണം ആ കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ അവന് ഇത്ര വയസ്സ് വരെ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതി എന്ന പ്ലാനിലായിരിക്കും ജനിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ ഗർഭപാത്രത്തിൽ വെച്ചേ മരിച്ചു പോകാറുണ്ട്. ചിലപ്പോൾ ജനിച്ചിട്ട് 1 വയസ്സാകുമ്പോൾ മരിച്ചു പോകാറുണ്ട്, ജനിച്ച ഉടനെ മരിച്ചു പോകാറുണ്ട്, ചിലപ്പോൾ ഒരു 3 വയസ്സ് 4 വയസ്സ്, അങ്ങനെ പല റേഞ്ചിലും ചിലപ്പോൾ കുട്ടികൾ മരിച്ചു പോകുമ്പോൾ അത് മിക്ക കേസിലും ഇത്ര മതി എന്ന പ്ലാനിലാണ് ജനിക്കുന്നത്. അപ്പം കഴിഞ്ഞ ജന്മത്തിന്റെ ഭാഗമെന്നോണം ഈ ജന്മത്തിൽ ഗർഭപാത്രം എന്ന ആ മലിന അവസ്ഥയിൽ കഷ്ടം അനുഭവിച്ച് ജനിച്ച് കുറച്ചുനാൾ ഭൂമിയിൽ ശ്വാസം ശ്വസിച്ച് ഒന്ന് ജീവിച്ച് മരിക്കണം എന്നായിരിക്കും അവരുടെ വിധി. അതുകൊണ്ടാണ് ചിലത് അങ്ങനെ നിർബന്ധപ്പെട്ട് പോകുന്നത്. അപ്പൊ അതിന് ഈ ആത്മീയ വളർച്ച ഇല്ലാത്തത് കൊണ്ടാണ് ഈ മാതാപിതാക്കൾ ഹൃദയം പൊട്ടിക്കിടന്ന് ഇങ്ങനെ നിലവിളിക്കുന്ന പറഞ്ഞാൽ മനുഷ്യരാണ്, എല്ലാവർക്കും ആത്മീയ വളർച്ചയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അപ്പൊ ഇതിനൊരു നിമിത്തമാണ് ചിലപ്പോൾ ഈ ഡോക്ടർമാരുടെ കൈപ്പിഴ, ചിലപ്പോൾ അച്ഛന്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു അബദ്ധം പറ്റൽ,
ചിലപ്പോ ഏതെങ്കിലും ഒരു ഡ്രൈവറുടെ വേറെ ഏതെങ്കിലും വാഹനത്തിന് ഡ്രൈവർ വഴിയൊക്കെ ഉള്ള ചില അബദ്ധം പറ്റില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായി വന്ന് ഈ കുട്ടിക്കൊരു മരണം സംഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിലെ പ്ലാൻ പ്രകാരം അത്ര മതി എന്ന് പ്ലാനിലായിരിക്കും മിക്ക സംഭവങ്ങളും നടക്കുന്നത്. അതിന്റെ സാഹചര്യം ഒഴുത്തിരിഞ്ഞ് ഈ കുട്ടി മരിക്കുന്നു, പോകുന്നു. ഇനി ചില സാഹചര്യത്തിൽ കുട്ടി മരിക്കുന്നില്ല, മരിക്കാതെ ഒരു അപകടം പറ്റി തളർന്നു കിടക്കൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനർത്ഥം ആ ആത്മാവിന് ഈ അവസ്ഥയിൽ കുറച്ച് കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീരാനുണ്ട്. അപ്പൊ ഭൂമിയിൽ തന്നെ ജനിച്ച് കുറച്ച് നാൾ ഇങ്ങനെ അനുഭവിച്ച് കർമ്മഫലം തീർത്ത് പോകണം എന്ന പ്ലാനിൽ ജനിക്കുന്ന ആത്മാക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരും. പക്ഷെ അങ്ങനെ അവസ്ഥ വരുമ്പോഴും മനസ്സിലായിക്കൊള്ളണം, ആത്മാവ് അകത്തിരുന്നും കൊണ്ട് ദൈവത്തോട് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കും സദാസമയം, ദൈവമേ മതി, എന്നെ ഒന്ന് മോചിപ്പിക്കുക, ഈ വയ്യാതെ കിടക്കുന്ന ഈ കുട്ടിയുടെ അകത്തിരുന്നും കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഞാൻ ഒരുപാട് കഷ്ടം അനുഭവിക്കുന്നു, എത്രയും പെട്ടെന്ന് മരിച്ചിട്ട് എന്നെ മോചിപ്പിക്കുക എന്ന് ഇങ്ങനെ ആത്മാവ് നിലവിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഈ സമയത്ത് ഈ ആത്മാവ് നിലവിളിക്കും, അത് ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികളിലൂടെ അല്ലെങ്കിൽ ആത്മാവ് നേരത്തെ ദൈവത്തിലോ ചിലപ്പോൾ അത് കിട്ടിയിരിക്കും. പക്ഷേ ഈ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയായിട്ട് ലിങ്ക് ഉണ്ട്. അവരും ഒരു മീഡിയമാണല്ലോ ഈ ആത്മാവിനെ ഭൂമിയിൽ വരുത്താനും ജനിപ്പിച്ച് ഈ ലെവലിൽ എത്തിക്കാനൊക്കെ മാതാപിതാക്കൾക്ക് ഒരു പങ്കുണ്ട്. അപ്പൊ മാതാപിതാക്കൾ ദൈവത്തോടടുത്ത് മാതാപിതാക്കൾ ഈ കുട്ടിയുടെ അവസ്ഥ കണ്ട് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ മാതാപിതാക്കൾക്കും ഒരു ആത്മീയ വളർച്ച വന്നാൽ കുട്ടിയുടെ ആത്മാവിന്റെ പ്രാർത്ഥനയുണ്ട്, മാതാപിതാക്കളുടെ പ്രാർത്ഥനയും വരുമ്പോ കർമ്മഫലം ഏതാണ്ട് ബാലൻസ് ആവും. മാതാപിതാക്കളുടേതും ബാലൻസ് ആവും, ഈ കുട്ടിയുടേത് ബാലൻസ് ആകുമ്പോൾ ഈ കുട്ടിക്ക് ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടുകയോ പെട്ടെന്ന് മരണം സംഭവിച്ച് ആത്മാവിന് മോചനം ലഭിക്കുകയോ ചെയ്യാം. ഇത് രണ്ടും സംഭവിക്കുവേ, അല്ലാതെ ആശ്വാസം കിട്ടി കുട്ടി രക്ഷപ്പെടുക മാത്രമല്ല സംഭവിക്കുന്നത്. കാരണം അങ്ങനെ രക്ഷപ്പെട്ടാലും അല്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്നൊരവസ്ഥയിലാണ് കുട്ടിയുടെ ലെവലിലുള്ള ശാരീരിക അവസ്ഥയെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് മരണം സംഭവിച്ചും ആ ആത്മാവിന് മോക്ഷം ലഭിക്കും. ആത്മാവ് വളരെ സന്തോഷത്തോടെ ദൈവത്തോട് നന്ദി പറഞ്ഞ് ഈ ശരീരം വിട്ട് പോവേണ്ടടുത്ത് പോവുകയും ചെയ്യും. പക്ഷെ അപ്പോഴും ആത്മവളർച്ചയില്ലാത്ത മാതാപിതാക്കൾ ഇവിടെ ഹൃദയം പൊട്ടി തകർന്ന് നിലവിളിക്കും. അത് അവരുടെ കർമ്മഫലങ്ങൾ ബാലൻസ് ചെയ്യുന്ന ഒരു വഴിയും കൂടെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കണം. ഇനി ഈ ആക്സിഡന്റ് ഒക്കെ പറ്റുന്ന അവസരങ്ങളിൽ ഇതിന്റെ പിന്നിൽ ഞാൻ പറഞ്ഞില്ല, സാഹചര്യം ഒഴുത്തിരിഞ്ഞാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ രോഗം വരുന്നതും ഇങ്ങനെയൊക്കെ വരുമ്പോഴുള്ള സാഹചര്യം ഞാൻ ഇപ്പൊ പറഞ്ഞു. ഇനി ആക്സിഡന്റ് വരുമ്പോഴുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ ആത്മാവും അകത്തിരുന്നും കൊണ്ട് ചിലപ്പോൾ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. കാര്യം ഈ വ്യക്തിയിലൂടെ ആത്മാവിന് വളരാൻ പറ്റുന്നില്ല. അപ്പൊ ആത്മവളർച്ച ഉള്ള ആത്മാവാണെങ്കിൽ ഈ വ്യക്തിയുടെ അകത്തിരുന്നും കൊണ്ട് ദൈവത്തോട് നിലവിളിക്കും, ദൈവമേ ഈ അവന്റെ അകത്തിരുന്നും കൊണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അകത്തിരുന്നും കൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ വളരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് എന്നെ മോചിപ്പിച്ചിട്ട് നല്ലൊരു ആ ശരീരത്തെ എനിക്ക് ഒരു മനസ്സിനുള്ള ഒരു വ്യക്തിയെ എനിക്ക് നൽകണമേ എന്ന് ഈ ആത്മാവ് അകത്തിരുന്നും കൊണ്ട് നിലവിളിക്കും. കാരണം ഈ വ്യക്തി സ്വതന്ത്രനാണ്. പലരിലൂടെയും ഈ വ്യക്തിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ പോക്ക് ശരിയല്ല, നിന്റെ രീതി ശരിയല്ല. പക്ഷെ ഈ വ്യക്തി അത് ഉൾക്കൊള്ളുന്നില്ല. അവന് സ്വതന്ത്രനായത് കാരണം ചോയ്സ് അവന്റേലാണ്. അവനത് മൈൻഡ് ചെയ്യുന്നില്ല. അവൻ അവന്റെ രീതിയിൽ തന്നെ നിഗളിച്ച് പോകുമ്പോൾ ആത്മാവ് അകത്തിരുന്ന് വിഷമിച്ച് എന്നെ ഇവനിൽ നിന്ന് മോചിപ്പിച്ച് തരണേ എന്ന് പറഞ്ഞും ഒരു ആക്സിഡന്റ് അവിടെ സംഭവിക്കും. ഇതൊരു വശം. ഇനി മറുവശത്ത് വേർഭാവം കൂടെ ഉണ്ട്. ഇതെല്ലാം പല പല കാര്യങ്ങളാണ്. ഇതെല്ലാം വെച്ച് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യണം. കാരണം ഇത് മരണം സംഭവിക്കുമ്പോൾ അതിന് പിന്നിൽ പല കാര്യങ്ങളാണ്, ഒറ്റ കാരണം കൊണ്ടല്ല. അപ്പൊ ഒരു ഭാഗത്ത് അടുത്ത ഒരു വിഷയം, ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് അധികം വളരാത്ത ആത്മാവാണെങ്കിൽ ഈ ആത്മാവ് ഇവന്റെ കൂടെ കൂടി യവൻ കാണിക്കുന്ന നിഗളനം ആത്മാവ് അങ്ങ് ആസ്വദിക്കാൻ തുടങ്ങും. അപ്പൊ വന്നതൊക്കെ മറന്നു, കഴിഞ്ഞ ജന്മം മറന്നുപോയി, ദൈവത്തെ വരെ ചിലപ്പോൾ മറന്നുപോയി, ഇതൊന്ന് സാരമില്ലെന്ന് വിചാരിച്ച് ഇവന്റെ കൂടെ കൂടി ആത്മാവും വഴിതെറ്റി പോകാൻ തുടങ്ങുമ്പോൾ അവിടെയും ഒരു ദുർമരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ആത്മാവിനെ ഇനി അടുത്ത കൊണ്ടുപോയി മറ്റു ഡയമെൻഷനിലിട്ട് കുറെ ശിക്ഷയും ശിക്ഷിച്ചിട്ട് ഇനി അടുത്ത ജന്മം കൊടുക്കും. അപ്പൊ കുറച്ച് ബോധം വരും. അപ്പൊ അങ്ങനെയും മരണം സംഭവിക്കാം. ഇനി മരണം സംഭവിക്കുന്ന സമയമാകുമ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളണം. അത് അപൂർവം ചില വ്യക്തികൾ ഇതിൽ നിന്നൊക്കെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിട്ട് ഇൻഫർമേഷൻ കൊടുത്ത് വെച്ചിട്ട് ചിലർക്ക് അറിയാമായിരിക്കാം. ഈ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ്, ഇപ്പൊ ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പ് ചിലപ്പോൾ ഹാൻഡിൽ സ്റ്റക്കാവും, സ്റ്റിയറിംഗ് സ്റ്റക്കാവും, ചിലപ്പോൾ ബ്രേക്ക് സ്റ്റക്കാവും, ചിലപ്പോൾ പെട്ടെന്നൊരു മനസ്സും ഔട്ടായിട്ട് ഉറങ്ങുമ്പോൾ ഒരു അവസ്ഥ വന്ന ആക്സിഡന്റ് സംഭവിക്കും. ഇങ്ങനെ പല സിറ്റുവേഷൻസ് അതിന് തൊട്ട് മുമ്പ് അറിയാൻ പറ്റും. ചിലപ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ആ ബ്രേക്ക് സ്റ്റക്കായി അങ്ങോട്ട് ഞെങ്ങില്ല, കുറച്ചു നേരത്തെ ഒരു മില്ലി സെക്കൻഡ് സമയത്ത് നടക്കുന്ന ഒരു പ്രശ്നമാണത്. ആ സമയത്താണ് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സമയമാകുമ്പോൾ ചില അദൃശ്യ ശക്തികൾ ആ സെക്കൻഡ് നേരത്തേക്ക് ഈ വ്യക്തിയുടെ കയ്യോ കാലോ വാഹനമോ നിയന്ത്രണത്തിൽ ഏറ്റെടുക്കും. കാരണം ആക്സിഡന്റ് സംഭവിപ്പിക്കണം, അതിനുവേണ്ടി ഇങ്ങനെ സംഭവിക്കും. ചിലപ്പോൾ ഈ വ്യക്തി കറക്റ്റ് ആണെങ്കിലും ഈ ഒരു സംഭവം സംഭവിക്കേണ്ട സമയമാകുമ്പോൾ മറുവശത്തിരിക്കുന്ന വാഹനത്തിന്മേലും
ഇങ്ങനെ ചില പ്രവൃത്തികൾ, ഈ നെഗറ്റീവ് ശക്തികൾ പ്രവർത്തിച്ചിട്ടായിരിക്കും ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത്. ഇത് ഈ ആക്സിഡന്റ് സംഭവിച്ചു കഴിയുമ്പോൾ ഈ ഡ്രൈവറോടോ അവരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും. അവർ പറയും, ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ഇതൊന്നും നമ്മുടെ ഗവൺമെന്റോ നമ്മുടെ ഇവരൊന്നും അത് വിശ്വസിക്കൂല. ഇത് ഈ വ്യക്തിയുടെ കംപ്ലൈന്റ് ആയിട്ടേ കാണുള്ളൂ. പക്ഷെ ആ വ്യക്തിക്ക് അറിയാൻ പറ്റും, ആ സമയത്ത് എന്റെ സ്റ്റിയറിംഗ് അനങ്ങിയില്ല, ആ സമയത്താണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആ സമയത്ത് ബ്രേക്ക് ചവിട്ടിയിട്ട് അത് അനങ്ങിയില്ല. ഇങ്ങനെയൊക്കെ അവർക്ക് അറിയാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ച വ്യക്തികളോട് നിങ്ങൾ പേഴ്സണലായിട്ട് ഒന്ന് സംസാരിച്ച് നോക്ക്. അവർ പറയും അവരുടെ കയ്യിൽ നിന്നും സെക്കൻഡ് നേരം കൊണ്ട് നിയന്ത്രണം പോയ ഒരു അനുഭവം അവർക്ക് പറയാൻ പറ്റും. ഇത് ചില അദൃശ്യ ശക്തികളാണ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ പ്രോഗ്രാമൊക്കെ നടത്തുന്നതെല്ലാം മറ്റ് ശക്തികളാണ്. ചിലരെ മനസ്സിനെ കീഴ്പ്പെടുത്തി വരെ അങ്ങനെ ചെയ്യും. ചിലപ്പോൾ ദുർമരണം, ആത്മഹത്യ, അതുവരെ ഈ സമയമാകുമ്പോൾ ഈ ശക്തി അവരെ സ്വാധീനിച്ച് അവനിൽ പ്രവർത്തിച്ചാണ് ഈ കാര്യം ചെയ്യുന്നത്. പക്ഷെ അതിന് തൊട്ടു മുമ്പ് അവന് പല രീതിയിലും അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ പല വഴി കൂടെ വരും. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വരും. ഇതെല്ലാം നിഷേധിച്ച് കളഞ്ഞിട്ട് അവന്റെ ഇഷ്ടത്തെ തന്നെ ബോധിച്ചതുപോലെ ജീവിക്കുമ്പോഴാണ് അവസാനം ഈ ആത്മഹത്യയും ഇങ്ങനെയുള്ള ദുർമരണമൊക്കെ സംഭവിക്കുന്ന വഴിയിലേക്ക് ഈ അദൃശ്യ ശക്തികൾ പ്ലാൻ ചെയ്ത് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ഇവരാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇവിടെ വിധിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വിധിയുണ്ട്. ഇപ്പൊ അവനൊരു 50-ാമത്തെ വയസ്സ് വരെ ജീവിക്കണം എന്നതാണ് ഗ്രഹനിലയിലെങ്കിൽ, അല്ലെ ജാതകത്തിലെങ്കിൽ, ഒരു 15 വയസ്സ്, അല്ലെ 16 വയസ്സിൽ, 17 വയസ്സിൽ ദുർമരണപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ കഴിഞ്ഞ ജാതകത്തിൽ ജനിച്ച പ്രകാരം ഉള്ള ജീവിതമല്ല ഇവൻ പോകുന്നത്. അവന് അറിവ് നാൾ മുതലേ പല അറിവുകളും അവന്റെ പോക്കനുസരിച്ച്, അല്ലെ അവന്റെ ജീവിത രീതിയിൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടും അവൻ തെറ്റി കൂടുതൽ നെഗറ്റീവ് ആയി വന്നതുകൊണ്ടാണ് ഈ ജാതകത്തിന്റെ ആ വിധി അത് മറികടന്നും കൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ ഒരു ദുർമരണം സംഭവിക്കുന്നത്. പക്ഷെ ദുർമരണം സംഭവിച്ചെന്ന് പറഞ്ഞ വിഷയമൊന്നുമില്ല. ആ ആത്മാവിന് കൊണ്ടുപോയി നല്ല രീതിയിലുള്ള ശിക്ഷയും ശിക്ഷണങ്ങളും പഠിപ്പിലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ജന്മം കൊടുത്ത് ഒന്നേന്ന് ഈ ജീവിതം അവനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നിരിക്കും. അങ്ങനെ ഈ ആത്മാവ് പല ജന്മത്തിലൂടെ പഠിക്കേണ്ടതെല്ലാം പഠിച്ച് പോകേണ്ട ആ ഒരു തലം, ഹയ്യ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓരോ ആത്മാക്കൾക്ക് ഓരോ തലമാണല്ലോ. അപ്പൊ പോകേണ്ട ആ ആത്മാവിന് പോകാനായി ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന തലത്തിലേക്ക് ജന്മത്തിൽ ദുർമരണപ്പെട്ടാലും പിന്നെയും ജന്മങ്ങൾ നൽകി ആ തലത്തിലേക്ക് എത്തിച്ചിരിക്കും. ഇങ്ങനെയുള്ള സംഭവിച്ചാലും ജന്മങ്ങൾ ചിലപ്പോൾ കൂടുതൽ എടുത്ത് ആ എത്തേണ്ടടുത്ത് ഈ ആത്മാവ് വന്നിരിക്കും. ഇനി അപൂർവം ചില ആത്മാക്കൾ എന്തൊക്കെ വന്നാലും എങ്ങനെ വന്നാലും പഠിക്കില്ല, പിന്നെയും വന്ന് പിന്നെയും തെറ്റുന്നു, പിന്നെയും വന്ന് പിന്നെയും തെറ്റുന്നു, അങ്ങനെ വന്ന ചില ആത്മാക്കളുണ്ട്. എത്ര വെള്ളവും വളവും കൊടുത്താലും വളരില്ല, ഫലം തരില്ല എന്ന് കാണുന്ന ചില ചെടികളെ നമ്മൾ പിഴുതെടുത്ത് കളയുന്നത് പോലെ ചില ആത്മാക്കൾ എത്ര ജന്മം കൊടുത്താലും എത്ര ശിക്ഷിച്ചാലും നന്നാകില്ല എന്ന് കാണുന്ന ആത്മാക്കളെ ദൈവം തന്നെ അങ്ങ് നശിപ്പിച്ച് കളയുന്ന പ്രക്രിയയുണ്ട്. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.